ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. എൻഡിഎക്കായി പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി. യുഡിഎഫ് പ്രചാരണാർത്ഥം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും എൽഡിഎഫിന് വേണ്ടി സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും രംഗത്ത്. കേരളത്തിൽ ഹോം വോട്ടിംഗിന് അപേക്ഷ നൽകിയവരിൽ 90% പേരും വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഗൾഫ് മേഖലയിലെ US, ഇസ്രായേൽ ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. IPL ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പശ്ചിമബംഗാളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വോട്ടർമാർ ഭയപ്പെടേണ്ടതില്ലെന്നും അക്രമം, ഭീഷണി, പ്രലോഭനം എന്നിവയ്ക്ക് വഴങ്ങരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 4660 അനുബന്ധ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി സജ്ജമാക്കാൻ കമ്മീഷൻ അനുമതി നൽകി. ഈ മാസം 23, 29 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഹോം വോട്ടിംഗിനായി അപേക്ഷ നൽകിയ 2 ലക്ഷത്തിലേറെ വോട്ടർമാരിൽ 90% പേരും വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അവശ്യ സേവന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കിയ മുന്നണികൾ. എൻഡിഎക്കായി പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. നേരത്തെ തിരുവല്ലയിൽ NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയിലാണ് ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളായിരുന്നു കിള്ളിപ്പാലം മുതൽ കരമന വരെ ഏർപ്പെടുത്തിയിരുന്നത്. ഇത് 2ാം തവണയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശ്രീ നരേന്ദ്രമോദി എത്തുന്നത്. NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷാ, നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. എറണാകുളത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിലും ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും UDFനായി പ്രചാരണത്തിലാണ്. LDFനായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി കോട്ടയം ജില്ലയിൽ പ്രചാരണത്തിനെത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട് തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംബന്ധിച്ചു. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കണ്ണൂരിൽ പ്രചാരണം നടത്തി. സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ നൂതനമായ ചുവടുവയ്പുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ജൻസി റാപ്പ് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറും ജില്ലാ കളക്ടർ അനുകുമാരിയും റാപ്പ് പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ചു. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ നാളെ വൈകിട്ട് 4:30 ജലമേള നടത്തും. താഴത്തങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്യും. മൊബൈൽ ടവറുകളുടെ പ്രവർത്തനം പരിമിതമായ ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ ഏകോപിപ്പിക്കാൻ ഇത്തവണ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത 4 ബൂത്തുകളിലാണ് സാറ്റലൈറ്റ് ഫോണുകൾ എത്തിക്കുക. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം ആനക്കുളം സെന്റ് ജോസഫ് സ്കൂൾ എന്നീ ബൂത്തുകളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. 3786 ബാലറ്റ് യൂണിറ്റുകളും 3763 കൺട്രോൾ യൂണിറ്റുകളും 4048 VVPAT മെഷീനുകളും വിതരണത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ കർശന സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ECI നെറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിക്കാനാകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിദ്യാഭ്യാസ യോഗ്യത, ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലം വോട്ടർമാർക്ക് ഡൌൺലോഡ് ചെയ്യാനും കഴിയും. ഈ മാസം 9 വോട്ടെടുപ്പ് നടക്കുന്ന അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലേക്കുമായി ആകെ 1955 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്.
കാഴ്ച പരിമിതിയോ ശാരീരിക അവശതകളോ കാരണം ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയോ സ്വന്തമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തതോ ആയ വോട്ടർമാർക്ക് സഹായിയുടെ സേവനം തേടാമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിയുടെ സേവനം അനുവദിക്കുകയുള്ളൂ. സഹായിയും വോട്ടർക്കൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ചാണ് വോട്ടിംഗ് നടപടി പൂർത്തീകരിക്കുന്നത്. സഹായി 18 മുകളിൽ പ്രായമുള്ള ആളാകണം. സഹായിയായി വരുമ്പോൾ ഒരു ദിവസം ഒരേയൊരു വോട്ടർക്ക് മാത്രമേ സഹായി ആവുകയുള്ളൂ എന്നും വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും സത്യപ്രസ്താവന ഒപ്പിട്ട് നൽകണം. വോട്ടറുടെ ഇടത് ചുണ്ടുവിരലിലും സഹായിയുടെ വലത് ചുണ്ടുവിരലിലുമാണ് മായ്ക്കാനാകാത്ത മഷി അടയാളപ്പെടുത്തുക. പ്രിസൈഡിംഗ് ഓഫീസർ ഇത്തരം വോട്ടർമാരുടെ വിശദ വിവരങ്ങളടങ്ങിയ പട്ടിക തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കുകയും വേണം. സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സന്ദേശവുമായി ലോകമെമ്പാടുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശം, അന്ത്യാത്താഴം, കുരിശുമരണം എന്നിവയെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് സമാപനം കുറിക്കുന്നതാണ് ഈസ്റ്റർ. നാളെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ ഈസ്റ്റർ ആശംസ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വൈകുന്നേരം നടന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിന് വിജയിച്ചു. ISL ഫുട്ബോളിൽ ഗോവ ബംഗളൂരു മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് നടന്ന ജംഷഡ്പൂർ മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഗൾഫ് മേഖലയിലെ US ഇസ്രായേൽ ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫാഗാരി. ദുബായിൽ വ്യോമാക്രമണങ്ങളെ തുടർന്നുള്ള അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത് നയതന്ത്ര ഇടപെടലിനെ ബാധിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2 US യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വെടിവെച്ചിട്ടത്. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പെട്രോൾ, ഡീസൽ എന്നിവ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും അനാവശ്യമായ LPG ബുക്കിംഗ് ഒഴിവാക്കണമെന്നും മന്ത്രാലയം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. LPG വിതരണ കേന്ദ്രങ്ങളിൽ ലഭ്യമായ 5 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകൾ സാധുവായ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് വാങ്ങാവുന്നതാണ്. അതിനായി വിലാസം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് അർമേനിയൻ വിദേശകാര്യമന്ത്രിയെ നന്ദി അറിയിച്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെച്ചപ്പെട്ടു വരികയാണെന്നും ഫെബ്രുവരി 28 മുതൽ ഏകദേശം 6,75,000 യാത്രക്കാർ മേഖലയിൽ നിന്ന് ഇന്ത്യയിലെത്തിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാചകവാതക വിതരണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അസമിലെ 5 LPG വിതരണ ഏജൻസികളെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ആവശ്യത്തിന് LPG ശേഖരമുണ്ടെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പാചകവാതകം വിതരണം ചെയ്യുമെന്നും അസം സർക്കാർ ഉറപ്പു നൽകി. കേരളത്തിൽ വേനൽ ചൂടിന് കാഠിന്യമേറുന്നു. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. ദാദ്ര നാഗർ ഹവേലിയിലെ ദാദ്ര പ്രദേശത്ത് ഗ്യാസ് സിലിണ്ടർ വെയർഹൌസിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. നൈട്രജൻ, ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥാപനത്തിലാണ് സ്ഫോടനമുണ്ടായത്. സമീപ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് 4 IS ഭീകരരെ UP പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ലക്നൌ റെയിൽവേ സ്റ്റേഷനായിരുന്നു ആദ്യ ലക്ഷ്യമെന്നും പോലീസ് വ്യക്തമാക്കി. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 8-ന് ആരംഭിക്കുന്ന 4 ദിവസത്തെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് എന്നിവരുമായി റൂട്ടെ ചർച്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. NDAയ്ക്കായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി. UDF പ്രചാരണാർത്ഥം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും LDFന് വേണ്ടി CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്ത്. കേരളത്തിൽ ഹോം വോട്ടിംഗിന് അപേക്ഷ നൽകിയവരിൽ 90% പേരും വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഗൾഫ് മേഖലയിലെ US ഇസ്രായേൽ ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പുമായി ഇറാൻ. IPL ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് ജയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.